എടാ നമുക്ക് ഈ ക്രിസ്മസിന് കരോളൊന്ന് ഇറങ്ങിയാലോ? ഞാനത് പറയാതിരിക്കുവായിരുന്നു. നമുക്ക് ഇറങ്ങാം. ക്രിസ്മസിന്റെ കരോളിലെ കാര്യങ്ങൾ പക്ഷെ എങ്ങനെ ഒപ്പിക്കും? അത് ശരിയല്ലേ. ആണത് ജിത്തു വരുന്നു. എടാ ജിത്തു, പ്രാവശ്യത്തെ ക്രിസ്മസിനെ നമുക്ക് എല്ലാവർക്കും കൂടി കരോളിന് ഇറങ്ങിയാലോ എന്ന്. ഇറങ്ങാം. എന്താണ് എല്ലാവരുടെയും പ്ലാൻ? സാധനങ്ങളൊന്നും ഇല്ലടാ, നിന്റെ കയ്യിലുണ്ടോ? എൻ്റെ കയ്യിലുണ്ട്. നമ്മൾ എത്ര മണിക്ക് ഇറങ്ങും കരോളിന്? എന്തുവാടാ ഇവിടെ എല്ലാവരും കൂടെ ഒരു കൂടിയാലോചന? അതെ, ഞങ്ങൾ എല്ലാവരും കൂടി കരോളിന് പോകുന്നതിനെ കുറിച്ച് സംസാരിച്ചത്. അതൊക്കെ കൊള്ളാം. അതിന് സാധനം മേടിക്കണം, ഡ്രസ്സ് മേടിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തോട്ട് വാ. എൻ്റെ അതിനൊന്നും പൈസ ഇല്ല. അതൊക്കെ വീട്ടിലോട്ട് വരുമ്പോ അമ്മ കനത്തിന് എന്തെങ്കിലും അങ്ങ് ഇട്ട് തന്നാൽ മതി. എങ്കിൽ ശരി മക്കളെ, ആയിക്കോട്ടെ. അമ്മ സെറ്റായി. ആരും അല്ല, നിനക്കല്ലേ ഏറ്റവും കൂടുതൽ വണ്ണമുള്ളത്, നീ പാപ്പ. എന്നാ കുഴപ്പമില്ല, ഞാൻ പാപ്പ ആയിക്കോളാം. എങ്കിൽ ഞാൻ സ്റ്റാർ പിടിക്കാം. ഈ കമ്പിന് ഊട്ടയുണ്ടോ? കോടാരക്കാതെ പൊള്ളയൊന്നുമല്ല. എന്തുവായി മക്കളെ ഒരുക്കങ്ങളൊക്കെ? ഒരുക്കങ്ങളൊക്കെ തീരാറായി ആന്റി. കൊറേ നേരമല്ലേ, എല്ലാരും ഇച്ചിരി വെള്ളം കുടി. ആന്റി, അബി എന്ത്? അവൻ കൊറേ നേരം അതിനകത്ത് കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ വരുമായിരിക്കും. അല്ല അതൊക്കെ പോട്ടെ, നിനക്ക് കൊട്ടാൻ ഡ്രം കിട്ടിയോ? അതിനല്ലേ എന്റെ ഈ സാധനം. അതെന്റെ തുണി കഴുകുന്ന ബക്കറ്റ്, അതൊന്നും ഞാൻ തരത്തില്ല. കൊണ്ടുവെക്കടാ അവിടെ. പ്ലീസ് ആന്റി, ഞങ്ങൾക്കാണെങ്കിൽ ഈ ഒരു ബക്കറ്റ് ഉള്ള ആന്റി എടുക്കാൻ തരുമോ ആന്റി? ഈ ഒരു പ്രാവശ്യത്തേക്ക് എടുത്തോ, പൊട്ടിക്കാതെ അവിടെ കൊണ്ടുവച്ചേക്കണം. ശരി ആന്റി. എങ്കിൽ ശരി. അവൻ എന്ത് ചെയ്യും നോക്കട്ടെ, കൊറേ നേരം റൂമിനകത്ത് കയറിയിരിക്കാൻ തുടങ്ങി. നീ ഇതെവിടെ പോയിക്കായിരുന്നോടാ ഇത്രയും നേരം? ഞാനൊന്ന് ഒരുങ്ങാൻ പോയതാടാ. പാപ്പ ഞാൻ അല്ലല്ലോ, എല്ലാവരും എന്നെ കാണുന്നതല്ലേ. ഓടാ, നീ ഒരുങ്ങിയാലും കൊള്ളാം ഒരുങ്ങിയില്ലെങ്കിലും കൊള്ളാം. താങ്ക് യു. അതല്ലടാ, നീ ഒരുങ്ങിയാലും കൊള്ളാം ഇല്ലേലും കൊള്ളാം. ഈ കരോള എരിഞ്ഞിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് എന്തോ മേടിക്കാനാ? അത് പറ. പിസയല്ലേ വാങ്ങുന്നേ? അത് നമ്മളെല്ലാരും നേരത്തെ തീരുമാനിച്ചാണല്ലോ. എന്തെല്ലാം തരം പിസ ഉണ്ടെന്ന് നിനക്കറിയാവോ? പേര് കേട്ടപ്പോ തന്നെ എന്റെ തല ഇറങ്ങിപ്പോയി. നീ ആ പേര് കേട്ടപ്പോ നിന്റെ തല ഇറങ്ങിയെങ്കിൽ നീ അത് കഴിക്കുമ്പോ നിന്റെ ബോധം പോലും. അപ്പൊ ഒരെണ്ണം കുറച്ച് വാങ്ങിച്ചാ മതി. ഓരോന്നിനും ഓരോ വിലയാ. നമ്മുടെ കൂട്ടുകാരുടെ എല്ലാവരുടെയും വീട്ടിൽ കയറണം. റോസിന്റെ വീട്ടിൽ പ്രത്യേകിച്ച്. അതല്ലടാ, അവളെ കണ്ടാൽ അറിയില്ലേ അവള് വലിയ പണക്കാരിയാണെന്ന്. അവിടെ ചെന്നാൽ നല്ലൊരു തുക കിട്ടും. എനിക്കുള്ള പിസയുടെ കാര്യം തീരുമാനമായി. നിങ്ങൾക്ക് വേണ്ട പിസയുടെ കാശിന്റെ കാര്യം നിങ്ങൾ നോക്കൂ. അവളൊറ്റ ഒരുത്തിയ. എന്തോ മനുഷ്യ കിടന്ന് അലറുന്നത്? എന്റെ ചെറുക്ക എവിടെടി? നിങ്ങളുടെ ചെറുക്കനോ? എന്താടി ഒരു പുച്ഛം? എന്റെ കുഞ്ഞിനെ നീ പാട്ടും പാടി കാശുണ്ടാക്കാൻ വിട്ടല്ലേ? അങ്ങനെ ഒരു ഗതികേടൊന്നും ഈ മഹേഷിന്റെ മോനില്ല. അവൻ അവന്റെ ഇഷ്ടത്തിന് അവന്റെ കൂട്ടുകാരുടെ കൂടെ പോയതാ. നിങ്ങൾ അവന്റെ ഇഷ്ടത്തിന് ഒന്നും വാങ്ങിച്ചു കൊടുക്കത്തില്ലല്ലോ. പിന്നെ എന്റെ ഇഷ്ടത്തിനുള്ള ബ്രാൻഡ് വാങ്ങി അടിക്കാൻ എന്റെ കാശ് തികയുന്നില്ല. പിന്നെ അവന്റെ ഇഷ്ടം. അവൻ പോയി പാടുന്നെങ്കിൽ പാടട്ടെ. കണ്ണും കണ്ണും കാത്തിരുന്നു വാനിലൊരു പൈതലിനായി. എടാ, നമ്മുടെ കളക്ഷൻ വളരെ കുറവാണല്ലോടാ. ഒരു പിസയ്ക്ക് പോലും തികയില്ലെന്നാ തോന്നുന്നേ. അതൊക്കെ കിട്ടൂടാ. എടാ, ഇവിടെ എവിടെ അല്ലേടാ റോസിന്റെ വീട്? അവളെ കാണാൻ വേണ്ടി ഒരുങ്ങി വന്നേക്കോ ചെറുക്കൻ. ശരിയാടാ, ഇവിടൊക്കെ വലിയ വീടാ. അവളുടെ വീട്ടിൽ കയറിയിട്ട് വേണം നല്ല തണുത്ത ജ്യൂസ് കുടിക്കാൻ. ചെറിയ വീട്, അവിടെ കേറണോ? എടാ, അത് ശരിയാവില്ല, അവിടെ കേറാം. വീട്ടിൽ കേറാം. പറഞ്ഞല്ലോ.
അച്ഛാ ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാ. ജോയൽ, ആൽബിൻ, ജിത്തു, പിന്നെ അബി. എന്നിട്ടാണോ ഇവിടെ പുറത്ത് നിർത്തിയിരിക്കുന്നത്? ഇവരെ അകത്തേക്ക് വിളിക്കും മോളെ. വാ മക്കളെ. നിങ്ങൾ വല്ലതും കഴിച്ചോ മക്കളെ? നിങ്ങൾക്ക് തരാനായിട്ട് ഇവിടെ ഒന്നും ഇല്ലല്ലോ മക്കളെ. നിന്റെ പപ്പയും മമ്മിയൊക്കെ എവിടെ? എനിക്ക് മമ്മിയും ഈ അപ്പച്ചനും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്നെ മമ്മിയെ കാണണ്ടേ? വാ. ഇതാ എൻ്റെ മമ്മി. മമ്മി ഒത്തിരി നാൾ കൊണ്ട് ഈ കട്ടിലിൽ തന്നെയാണ്. റോസിന്റെ മമ്മി എന്താ എഴുന്നേക്കില്ലേ? ഇല്ല. റോസിന്റെ മമ്മി എന്താ മരുന്ന് കഴിക്കൂലേ? കഴിക്കും. മമ്മി എന്താ സംസാരിക്കാത്തെ? മമ്മി ഇപ്പോൾ കഴിച്ച മരുന്നിനെ മയക്കത്തില്ല. ഉണർന്നാൽ പിന്നെ ഉറങ്ങാൻ വലിയ പാടാ. അയ്യോ റോസേ, പൈസ ഒന്നും വേണ്ട. റോസിന്റെ മമ്മിക്കൊരു ക്രിസ്മസ് സമ്മാനമായി ഞങ്ങൾ വരും. ഇന്ന് ഇനി വീടൊന്നും കയറുന്നില്ല. അപ്പൊ ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. എടാ, റോസിന്റെ വീടിനെയും കുറിച്ച് നമ്മൾ എന്തെല്ലാം വിചാരിച്ചേ. ശരിയാടാ, ഈ ക്രിസ്മസിന് നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് അവർക്ക് കൊടുക്കണം. അതിനിപ്പോ എന്തോ ഉള്ള നമ്മുടെ കരോളിന് കിട്ടിയ മൊത്ത കാശ് നമുക്ക് റോസിന്റെ മമ്മിക്ക് കൊടുത്താലോ? കളക്ഷൻ തീരെ മോശം. കുറച്ച് അധികം കാശ് കിട്ടിയില്ലെങ്കിൽ നാണക്കേടാ. ഇനി കളക്ഷൻ കൂട്ടാൻ എന്തോ ഒരു മാർഗം. എന്തേലും ഒരു മാർഗം കിട്ടാതിരിക്കില്ല. എന്താ നിർത്തിയോ? വല്ലതും തടഞ്ഞോ? ഇതെന്താ ഒറ്റയ്ക്ക് വരാറുള്ളൂ? തിരുപ്പിറവി അറിയിക്കാൻ ആളെ കൊണ്ടുവന്ന് എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. യേശുമിശിഹാ തമ്പുരാൻ ഒറ്റയ്ക്കൊരു പടയായിരുന്നു. പാപ്പേനെ ഇതിനു മുമ്പേ ഇവിടെങ്ങും കണ്ടിട്ടില്ലല്ലോ. ക്രിസ്മസ് കാലത്തല്ലേ പാപ്പമാരുള്ളൂ. പാപ്പയുടെ പേരെന്താ? നിക്കോളാസ്. പാപ്പ ഞങ്ങൾക്കൊരു സഹായം ചെയ്യുവോ? ഈ പാതിരാവിലോ? പാതിരാവിലല്ലേ ഉണ്ണിയേശു പറഞ്ഞത്? നീ ആളെ കൊള്ളാമല്ലോ, പറഞ്ഞോ. ഈ ഡ്രം ഞങ്ങൾക്കൊന്ന് തരുമോ? ഡ്രം തരില്ല, പകരം ഞാനും കൂടെ വരാം. എനിക്കെന്ത് തരും? കിട്ടുന്നതിൽ പാതി. സമ്മതിച്ചോ? ഓക്കെ, സമ്മതിച്ചു. എനിക്ക് റെഡി. പാപ്പ വന്നത് ഭാഗ്യമായി. വിചാരിച്ചാൽ കൂടുതൽ പണം കിട്ടി. ഇനി നമ്മൾ റോസിന്റെ വീട്ടിൽ എപ്പോഴാ പോകുന്നേ? ക്രിസ്മസിന് റോസിന് നമുക്കിത് സമ്മാനമായിട്ട് കൊടുക്കാം. എത്രയും പെട്ടെന്ന് കൊടുക്കണം. ഞാൻ ഈ പൈസ എല്ലാം ഒരു സമ്മാന പെട്ടിക്കകത്താക്കാം. എന്നിട്ട് അത് അലങ്കരിക്കണം. അത് നിങ്ങൾ വന്നിട്ട് വേണം. പാപ്പ അപ്പൊ പോവല്ലേ? അപ്പൊ ഹാപ്പി ക്രിസ്മസ്. ഞാൻ വരണ്ടേ റോസിന്റെ വീട്ടിലേക്ക്? പാപ്പ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എണ്ണി മേടിച്ചില്ല. ഓഹോ, അതിൻ്റെ പിണക്കമാണല്ലേ. കാശിന് ചില വിധിയുണ്ട് മക്കളെ. അത് നേടിയവന് ചിലപ്പോൾ വിനിയോഗിക്കണമെന്നില്ല. പിസ വാങ്ങാനുള്ള നിങ്ങളുടെ പണം റോസിൻ്റേതാകുന്നില്ലേ?
അത് റോസിന് തന്നെ വന്നു ചേരുമെന്ന് ആർക്കറിയാം. അപ്പോൾ ശരി മക്കളെ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അമ്മേ, എന്തോ മോനെ കരയുന്നത്? എന്തോ പറ്റി? അമ്മ ഈ പെട്ടി വെച്ചിരുന്ന പൈസ കാണുന്നില്ല. നീ ഇതിൽ തന്നെയാണോ വെച്ചത്? ഞാൻ ഇതിൽ തന്നെ വെച്ച. അച്ഛൻ മോട്ടിച്ചത്. മോൻ ഇത് ആരോടും പറയില്ലേ. എല്ലാവരും അറിഞ്ഞാൽ മോൻ്റെ അച്ഛനെ കള്ളനാക്കും. പിന്നെ ആ പേര് ഒരിക്കലും മാറത്തില്ല. കുറച്ച് കാശെങ്ങാനും വന്ന് അമ്മ എവിടെന്നെങ്കിലും ഒപ്പിച്ചു തരായിരുന്നു. ഇത്രയും കാശ് അമ്മ എവിടെ നിന്ന് ഒപ്പിക്കാനാ? മക്കളെ, അയാൾ ആ പൈസ എടുത്തിട്ട് അധിക സമയം ആയി കാണത്തില്ല. ചിലവാക്കാനും സമയമില്ല. അമ്മ എളുപ്പം പോയി നോക്കിയിട്ട് വരാം. മക്കൾ വിഷമിക്കേണ്ട. പിന്നെ കൂട്ടുകാർ വന്നാലേ അമ്മച്ചിയുടെ കയ്യിലെ അലമാരിയുടെ താക്കോല് അതിനകത്ത് ആ പൈസയെന്ന് മക്കൾ പറയണം കേട്ടോ. അമ്മ പെട്ടെന്ന് വരണേ. റോസിന്റെ വീട്ടിൽ ഇപ്പൊ അവരെല്ലാം ഇപ്പൊ വരും. അമ്മ പെട്ടെന്ന് വരാം. മക്കൾ വിഷമിക്കല്ലേ, എളുപ്പം പോയിട്ട് വരാം. മോനെ അബി, പാപ്പ എല്ലാം അറിഞ്ഞു മോനെ. വഴി വെച്ച് അമ്മയെ കണ്ടിരുന്നു. റോസിന്റെ വീട്ടിൽ പോകാൻ മോന്റെ കൂട്ടുകാർ എല്ലാവരും വരുന്നുണ്ട്. മോൻ വേഗം റെഡിയാവ്. ഇല്ല, അമ്മ വരാതെ ഞാൻ വരില്ല. പാപ്പയല്ലേ പറയുന്ന മോനെ. പാപ്പയുടെ കയ്യിൽ പകുതി പൈസ ഉണ്ടല്ലോ, അത്രയും മാത്രമല്ലേ നമ്മൾ നഷ്ടപ്പെട്ടുള്ളൂ. അത് പാപ്പ തരാം. മോൻ പോയി റെഡിയാവ്. മമ്മി, മമ്മി, മോളെ, അമ്മയ്ക്ക് എഴുന്നേക്കാം. നമ്മുടെ കൈക്ക് ഒരു കുഴപ്പമില്ല. ആ പാപ്പ എവിടെ? അതിന് പാപ്പ പുറത്തേക്ക് വന്നില്ലല്ലോ. ഞാൻ കണ്ടതാണല്ലോ പുറത്തേക്ക് വരുന്ന.